ഹായ് ഹലോ പ്രാന്തൻസ് വട്ടമേശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു വെള്ളിയാഴ്ച സിനിമ റിലീസുകളുള്ള ദിവസമാണ്. ഇന്നിറങ്ങിയ 2 സിനിമകളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടത് ബിഗ് ബെൻ ആൻഡ് പ്രിയ കണ്ടത് കുണ്ടലപുരാണം. രണ്ടും വളരെ നല്ല ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമകൾ തന്നെയാണ്. അപ്പം അത് കണ്ടിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്. ആദ്യം നമുക്ക് കുണ്ടലപുരാണം കേട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുണ്ടലപുരാണം ശരിക്കും അത് സന്തോഷ് പൂക്കുന്ന് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമയാണ്. ശരിക്കും സിനിമേന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര സാധാരണക്കാര് എന്ന് പറഞ്ഞാൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സ്റ്റോറി സാധാരണ ഒരു കുടുംബത്തിന്റെ കുറച്ച് കുടുംബങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ്. അതിൽ കഥാപാത്രങ്ങളായിട്ട് മെയിൻലി വരുന്നത് ഇന്ദ്രൻസ്, രമ്യ സുരേഷ്, പിന്നെ ഒരു കുട്ടിയുണ്ട് ശിവാനി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ഇന്ദ്രൻസേട്ടൻ മോളായിട്ട്. അതിൽ ഇവരുടെ ഒരു ഫാമിലി ആൻഡ് ഇവരുടെ കുറച്ച് ചുറ്റുപാട്. ഇത് കാസർഗോഡ് ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം ഒക്കെ ഇന്നത്താൻ കേസ് കൂട്, അതിന് ശേഷം ആ ഒരു സ്ലാങ്ങിൽ ഒരു കാസർഗോഡ് വെച്ചിട്ട് ആ ഒരു ഭാഗത്തെ ആ ഒരു സ്ലാങ്ങിൽ വരുന്ന സിനിമയാണ്. ഒരു ഭയങ്കര ലോ ക്ലാസ് എന്ന് പറയാൻ പറ്റും. ഭയങ്കര എന്താ പറയാ, ഫിനാൻഷ്യലി ഭയങ്കര താഴെ നിൽക്കുന്ന ഒരു പ്രദേശം. അവിടെ ഒരാൾക്ക് ഇപ്പോൾ, അതായത് വേണു എന്ന് പറയുന്ന ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിന് കിട്ടുന്ന വീട് ഭാഗം വെക്കുമ്പോൾ കിട്ടുന്ന ഒരു കിണർ, ആ കിണറിൽ നിന്നാണ് അവിടെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. അപ്പോൾ കുട്ടിക്ക്, ഇന്ദ്രൻസിന്റെ കുട്ടിക്ക് കമ്മലിടാൻ, അതാണ് ആ പേരിനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട് കുണ്ടലം എന്നുള്ള. അപ്പൊ കമ്മലിടാൻ ആഗ്രഹിച്ചൊരു കമ്മൽ വാങ്ങുന്നതും അത് കിണറ്റിൽ പോയിട്ട് പിന്നീട് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് എങ്ങനെ എടുക്കുന്നു, അത് കാരണം കുടുംബത്തിനും ആ പ്രദേശത്തിനും വരുന്ന സംഭവങ്ങള്, ഇങ്ങനെ ഭയങ്കര ചെറിയൊരു കഥേനെ ഭയങ്കര നീറ്റായിട്ട് നല്ല ക്യാമറയും നല്ല ഡയറക്ഷനും എല്ലാ ദിവസവും നല്ല പാട്ടുകളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് ഞാൻ അതിൽ റിവ്യൂ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ചേട്ടന്റെ ഹോം സിനിമയ്ക്ക് ശേഷം നല്ലൊരു അച്ഛൻ കഥാപാത്രം ഭയങ്കര മകളോട് ഇഷ്ടം. അതിൽ ആ ഒരു ഇതും കൂടെ ഉണ്ട്, മകൾ അച്ഛൻ ബന്ധവും കൂടെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് ആക്ടിങ്ങിൽ. ഇപ്പോൾ നമുക്ക് ഇന്ദ്രൻ ചേട്ടനൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, എന്തായാലും അടിപൊളിയായിട്ട്. അതിൽ എനിക്ക് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ കുറേ പുതുമുഖങ്ങളുണ്ട് ഇതിൽ. ഒരു 3-4 പേരൊഴിച്ച് ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഫസ്റ്റ് ടൈം ഉള്ള ഒരു ആക്ടിങ്ങിൽ തൊഴിലുറപ്പിന് പോകുന്ന കുറെ ചേച്ചും അവരുടെയൊക്കെ ആ അയൽവക്കത്തുള്ള ആൾക്കാരെ. അപ്പോൾ ഇത് അല്ലാത്ത ഓഡിയൻസിന് കാണുമ്പോൾ എനിക്ക് അറിയില്ല അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റും കാണുന്ന, നമ്മുടെ അയൽവക്കത്ത് കാണുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരും കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര നല്ല രീതിയിൽ ലാഗൊന്നും അടിക്കാണ്ട് ചെയ്തു വെച്ചിട്ടുള്ള, അടുക്കും ചിട്ടയിലും ചെയ്തു വെച്ചിട്ടുള്ള ഒരു നല്ല സിനിമ. ഇതില് രമ്യ ചേച്ചിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു അവരുടെ നമ്മളങ്ങനെ എടുത്തു പറയണ്ടല്ലോ എന്ന്. എല്ലാ സിനിമയും അമ്മവേഷങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇതിൽ ഇന്ദ്രൻ ചേട്ടനോട് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ ചേച്ചി കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നല്ലോ. ഒരു ഫുൾ ത്രൂ ഉണ്ട് സിനിമയിൽ, ഫുള്ളായിട്ടുള്ള കഥാപാത്രമാണ് ഭാര്യയായിട്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ. അവരുടെ ഫ്ലാഷ് ബാക്ക് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്. നല്ല നല്ല എന്താ പറയാ, എല്ലാ സിനിമയിലും നമുക്ക് അറിയാലോ ഒരു മിസ്സിന് എങ്ങനെയാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അമ്മ വേഷം. കുറച്ചുകൂടെ ചെറിയ കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ അതിന്റെ രീതിയിലും ആ ഒരു അമ്മ എന്നുണ്ട്, അപ്പുറത്തൊരു ഭാര്യ, അത് ഭയങ്കരമായിട്ട് ഭർത്താവിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരു ഭാര്യ. സാധാരണ വീട്ടിലെ ഭയങ്കര നാടൻ വീട്ടിലെ ഒരു ഭാര്യ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഭാര്യയായിട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി എനിക്ക്. അടുത്തത് ബിഗ് ബെൻ. അപ്പോൾ ബിഗ് ബെൻ ബിഗ് ബെൻ ഞാൻ രാവിലെ പോയി കണ്ട സിനിമ. അതിഥി രവി, അനു മോഹൻ ഇവർ പേരായിട്ട് വരുന്ന സിനിമ നമ്മൾ മുൻപും 12th Man അങ്ങനെയുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഒരു കപ്പിൾ റോളിൽ ഇവർ വരുമ്പം ശരിക്കും അത് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള 2 പേരാണ്. അപ്പം ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് തന്നെയാണ്. അത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ കുട്ടീനെ മിസ്സാവുന്നതും അത് തന്നെയാണ് സിനിമ. അതിൻ്റെ ആ ഒരു ഒന്ന് ഇലാബറേറ്റ് ചെയ്ത ട്രെയിലറിൽ തന്നെ ഉണ്ട് കഥ ശരിക്കും. പക്ഷെ ഒരുപാട് സസ്പെൻസ് എലമെന്റ്സ് ഉള്ള സിനിമയാണ്. ഇവരുടെ ഈ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് സ്ക്രീനിൽ ഇവരുടെ പെർഫോമൻസ് ഭയങ്കര നന്നായിട്ട്, അതിഥിക്കൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാനായിട്ടുണ്ട്. അതിഥി ആ പെർഫോമൻസ് വൈസ് അതിഥി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോഹൻ്റെ അനുമോഹൻ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര മാസ്, തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു.
ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വന്നിട്ട് അനുമോഹൻ ഒരു പോലീസ് ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു സസ്പെൻഷനിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ വൈഫിൻ്റെ അടുത്തോട്ട് ലണ്ടനിൽ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ആ ഒരു മാസമുള്ള ഒരു പോലീസുകാരനായിട്ട് തന്നെ വന്നിട്ട് തിയേറ്ററിൽ ഭയങ്കര കൈയടി. അനുമോഹൻ്റെയും എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു റോള് തന്നെയാണ് അനുമോഹൻ്റെയും. പിന്നെ ഇതിൽ അഭിനയിച്ച ഒരു ചെറിയ കുഞ്ഞ്, അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല, ചെറിയ വാവയാണ്, ഇവരുടെ കുട്ടിയായിട്ടുള്ള 2 വയസ്സ് പോലും ഇല്ല കുഞ്ഞ്. അപ്പം ഈ ഒരു കുട്ടിക്ക് ഇവരുമായിട്ടുള്ള കണക്ഷനും അത്യാവശ്യം നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ബാക്കി ഒരുപാട് ആക്ടേഴ്സ് എന്തായാലും പറയാനായിട്ടില്ല, വളരെ കുറച്ച് ആക്ടേഴ്സാണ്, എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ. പിന്നെ സിനിമയിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ലണ്ടനിൽ വെച്ചിട്ട് ഇവരുടെ കുട്ടീനെ ഇവരുടെ അടുത്തൊന്നും ഇല്ലാതാവുകയാണ്. അതിൽ പറയുന്നൊരു മെസ്സേജ്, ലൈക്ക് നമ്മുടെ നാട്ടിലെ കൾച്ചറല്ല ലണ്ടനിലുള്ളത്. അവിടെ കുട്ടികൾ സേഫ് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഫോഴ്സ്ഫുള്ളി അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടീനെ ഇവരുടെ അടുത്തുനിന്ന് മിസ്സാവുന്നതാണ്. അവിടെ നിന്ന് ഈ കുട്ടീനെ തിരിച്ചെടുക്കാനായിട്ട് ഇവർ ട്രൈ ചെയ്യുന്നതാണ് സിനിമ. അപ്പം അതിഥിക്ക് ആസ് എൻ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഇമോഷൻ എന്താണെന്ന് അതിഥിയിലൂടെ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര ഇമോഷൻ വൈസ് ആയിക്കോട്ടെ, ആ സമയത്തുണ്ടാകുന്ന ഒരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ, അതൊക്കെ ഉണ്ട്. അത് ഒരമ്മയ്ക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് അതിഥി കൺവേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമോഹനും ഒരു അച്ഛനെ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, അച്ഛൻ മിക്കപ്പോഴും ലൈക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ പറയണ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മിക്കപ്പോഴും ഉണ്ടല്ലോ ഒരു സ്ത്രീകളല്ല പെൺകുട്ടികൾ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഈ പുരുഷന്മാർ ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് കൂടുതലും ദേഷ്യമായിരിക്കും, അവർ അധികം അടിക്കുകയും ചെല്ലുക. അത് കാരണം ഫാമിലി ലൈഫിൽ അല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതും അങ്ങനെ ഒരു മെസ്സേജും ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒരു പൊളിറ്റിക്സ് അത് തന്നെയാണ്. രണ്ട് ജെൻഡറിന്റെ ഒരു വ്യത്യാസം, ഒരു കാര്യത്തോടുള്ള ഇവരുടെ ഒരു റെസ്പോൺസ്, അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്, അത് നമ്മുടെ ഫാമിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും സിനിമയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വർക്കൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ് എനിക്ക് ആകെ ഇതിലൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടെ ഒരു പാക്ഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്ന് സ്ക്രീൻ പ്ലേയിലൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ലാഗ് ഒഴിവാക്കാൻ തോന്നി. പിന്നെ മ്യൂസിക് ഭയങ്കര നന്നായിട്ടിൽ 2 പാട്ടാണുള്ളത്. ഈ പാട്ടിലെ വിഷ്വൽസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് ചെയ്തിരിക്കുന്നതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതെല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഫാമിലി ഓഡിയൻസിനായിരിക്കും ഇത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ. ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ ഒന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഇമോഷണൽ ആണ്. അപ്പം എനിക്കൊന്ന് ഫാമിലിക്ക് തന്നെയാണ് കൂടുതൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ചന്തു ഇതിൽ അനുമോഹൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ തന്നെയാണ്. ത്രൂ ഔട്ട് ഇല്ലെങ്കിൽ പോലും ചെയ്തിട്ടുള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട്, വളരെ ഭംഗിയായിട്ട്. ഇടയ്ക്ക് ഭയങ്കര കയ്യടിയൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് തിയേറ്ററിലപ്പോൾ, ഭയങ്കര നല്ല അടിപൊളി കയ്യടിയൊക്കെ ആയിരുന്നു. സോ ആ ചന്തു ആസ് യൂഷ്വൽ എല്ലാ വേഷങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ ഇതും നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ മിയയുടെ ക്യാരക്ടർ, ജാഫർ ഇടുക്കി, ഇവരൊക്കെ വളരെ നല്ല വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഉണ്ടല്ലോ, ഈ സിനിമേനെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു സംഭവമാണ്. ഇവര് 3 പേരും ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ 12th മാൻ ആയാലും സീക്രട്ട് ഹോം ആയാലും ഇതായിട്ടൊരു റിലേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ കഥ, സിനിമ, ഇത് അതുപോലൊരു സിനിമയാണോ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ആൻസർ ആയിട്ട് ഇങ്ങനെ ഇല്ല, അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ യൂഷ്വലി നോക്കുമ്പോൾ എന്താ, ഒരു സിനിമയിൽ ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരാണും പെണ്ണും അവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയിൽ എന്തായാലും അവരെ പ്രിഫർ ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പം അനുമോഹൻ ആസ് ആൻ ആക്ടർ ഇൻഡിവിജ്വലി നോക്കിയാൽ വളരെ മികച്ച ഒരു ആക്ടറാണ്. അതിഥിയും ആസ് ആൻ ഇൻഡിവിജ്വൽ നോക്കിയാൽ നല്ലതാണ്. ഇവർ സ്ക്രീനിൽ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു കെമിസ്ട്രി, അത് അവരെന്താണോ കൺവേ ചെയ്യാൻ നോക്കുന്നത് ഓഡിയൻസിന് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കാസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ബാക്കി സിനിമകളായിട്ടുള്ള ഒരു കണക്ഷനും ഇതിലില്ല. ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ പോകുന്ന ഒരു കഥയാണ്, കണക്ഷൻ ഒന്നുമില്ല അങ്ങനെ. സോ ബിഗ് ബെൻ എന്തായാലും തിയേറ്റർ വാച്ചിനുള്ള സിനിമ തന്നെയാണ്. കാരണം അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ഈവൻ അതിൻ്റെ കോമ്പോസിഷൻ, മ്യൂസിക് എല്ലാം കൊണ്ടും തിയേറ്ററിൽ എൻജോയ് ചെയ്യേണ്ട, തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുണ്ടലപുരാണം ഫാമിലി ഓഡിയൻസിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതും തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയല്ലേ ഉള്ളൂ പറയാനുള്ളത്. എന്നൊക്കെയാണ് ഈ സിനിമ കണ്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഇതിനോടകം നിങ്ങളിൽ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് പ്രാന്തൻ വട്ടമേശയിലൂടെ ഞങ്ങൾ വീണ്ടും വരും. ബൈ.